വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായ പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിൽ. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനാക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഒരേക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റയിലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റില്ലം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റില്ലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനാക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60 ലക്ഷം 75 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ പഞ്ചായത്തിനെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ ഒരു പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷി സങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, News 18 വയനാട്.